Welcome back to my channel Beautrickz and Gino. In this video, we will dry lips smooth and soft, pinky, plumpy look video. Lips dry. അപ്പോൾ പിന്നെ ഞാൻ അത് ഡ്രൈനസ് മാറ്റാനുള്ള ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് വിചാരിച്ചത് അപ്പോൾ അതൊരു വീഡിയോ ചെയ്തേക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ അതെ ഇങ്ങനെയായിരുന്നു ചുണ്ടിൻ്റെ കോലം ഉണ്ടായിരുന്നത്. ഇതിന് നമുക്ക് സോഫ്റ്റ് നല്ല പിങ്കി ആയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം നനയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ തന്നെ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് പതുക്കെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് മാത്രം മസാജ് ചെയ്യുക. ഇപ്പോൾ സോഫ്റ്റ് ബ്രഷാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നിങ്ങൾ ചുണ്ടിനെ ഹേർട്ട് ചെയ്യാതെ വേണം ഇത് ചെയ്യാനായിട്ട്, മുറിയാനൊന്നും പാടില്ല. കണ്ടില്ലേ, സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ എടുക്കുക. ചെറിയ ഗ്രാനുൾസ് ആണെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഗ്രാനുൾസ് ഉള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടിയോ റവയോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഷുഗറാണ്. അതിലേക്ക് അത് മിക്സ് ആവാൻ ആവശ്യത്തിന് ഹണി കൂടെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വളരെ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വീക്ക്ലി ട്വൈസ് എങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആവാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. ഒരു 20 to 30 മിനിറ്റ്സ് വരെ ഈ ഒരു സ്ക്രബിങ് ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട. ഇപ്പം ഞാനതൊന്ന് കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലിപ്സ് അടിപൊളിയായിട്ടുണ്ട്. ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രാത്രിയിൽ ഈ ഡ്രൈ ലിപ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നെയ്യ് തേക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ചെടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് വളരെ നല്ലതാണ് ഡ്രൈ ലിപ്സിന് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ലിപ് ബാമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നെയ്യായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ലിപ് ബാം എടുക്കാം. ഞാനിവിടെ മെബിലിൻ്റെ ബേബി ലിപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കൺസിസ്റ്റൻസി ഉള്ള ലിപ് ബാമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനും പറ്റും. ലിപ്സ് എല്ലാം നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് സ്റ്റെപ്സും ചെയ്തിട്ട് വേണം നിങ്ങൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം ടൂത്ത് ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രബിങ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് മാത്രം ഫോളോ ചെയ്താൽ പോരാ. പകരം നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ നമ്മുടെ ലിപ്സ് ഡ്രൈ ആവും. ലിപ്സ് മാത്രമല്ല സ്കിന്നും ഡ്രൈ ആവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ കൂടെ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പിന്നെ ഷെയർ ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.